ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 32-ാം ഭാഗം. മനുഷ്യൻ എത്ര മനോഹര സൃഷ്ടി. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിരന്തരം നോക്കാനും ചിന്തിക്കാനും പഠിക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. പുറത്തേക്ക് നോക്കൂ, ചിന്തിക്കൂ, പഠിക്കൂ. നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നില്ലേ? നിങ്ങൾ സൂര്യനെ നോക്കുന്നില്ലേ? നിങ്ങൾ ചന്ദ്രനെ നോക്കുന്നില്ലേ? ഭൂമിക്ക് മുകളിലുള്ള ധാരാളം ഗോളങ്ങളെ, നക്ഷത്രങ്ങളെ നിങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങൾ ഭൂമിയെ നോക്കുന്നില്ലേ? പർവ്വതങ്ങളെ നോക്കുന്നില്ലേ? ഒട്ടകങ്ങളെ നോക്കുന്നില്ലേ? ഓടുന്ന മാനിനെയും പാടുന്ന കുയിലിനെയും ചാടുന്ന കുതിരയെയും നിങ്ങൾ കാണുന്നില്ലേ? ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്. അഫലം യൻദുറു ഇലസ്സമാഇ ഫൗഖഹും. അവർക്ക് മുകളിലുള്ള ആകാശത്തേക്ക് അവർ നോക്കുന്നില്ലേ? അവലം യൻദുറു ഫീ മലകൂത്തിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ ഈ ഭരണ സംവിധാനം എങ്ങനെയാണിത് നടക്കുന്നത് എന്ന് അവർ ചിന്തിക്കുന്നില്ലേ? പരിശോധിക്കുന്നില്ലേ? ആലോചിച്ച് നോക്കുന്നില്ലേ? ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്, നമ്മളോട് ആവശ്യപ്പെടുന്നത്. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദ് യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. എത്രയെത്ര ദൃഷ്ടാന്തങ്ങളിലൂടെയാണ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എത്രയെത്ര ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് അവർ ഓരോ ദിവസവും കടന്നു പോകുന്നത്. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദ് യമുറൂന അലൈഹാ, പക്ഷേ വഹും അൻഹാ മുഅ്രിദൂൻ. പക്ഷേ അവരൊന്നും അത് പരിഗണിക്കുന്നില്ല. അതൊന്നും നോക്കാതെ, കാണാതെ, പരിഗണിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നിനക്ക് എന്താണ് തോന്നുന്നത്? നീ ആലോചിക്കുന്നില്ലേ? ചിന്തിക്കുന്നില്ലേ? ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ നിനക്ക് തോന്നുന്നില്ലേ? സൂറത്തു ആലു ഇംറാൻ 191-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഈ ആകാശങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചുമൊക്കെ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ചിന്തയുടെ റിസൾട്ട് എന്താണ്? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില. പടച്ചവനെ, എന്തൊരത്ഭുതം! ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ മനുഷ്യൻ പറഞ്ഞു പോകും. എന്നാൽ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും തേടി നിങ്ങൾ പുറത്തേക്ക് പോകണമെന്നില്ല. പുറത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാണാം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് തന്നെ നോക്കൂ. നിങ്ങളിൽ തന്നെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സൂറത്തു ദാരിയാത്ത് 21-ാമത്തെ ആയത്ത്, വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങളിൽ തന്നെയുണ്ട്, എന്നിട്ടും നിങ്ങൾ അതൊന്നും കണ്ട് മനസ്സിലാക്കുന്നില്ലയോ? വഫീ അൻഫുസിക്കും. ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ തേടി നിങ്ങൾ പുറത്തേക്ക് പോകണമെന്നില്ല. നിങ്ങളിൽ തന്നെ, നിങ്ങൾക്കകത്ത് തന്നെ ധാരാളം തെളിവുകൾ, ധാരാളം ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. വഫീ അൻഫുസിക്കും, നിങ്ങൾക്കകത്തുണ്ട്. അഫലാ തുബ്സിറൂൻ. എന്നിട്ടും നിങ്ങൾ അതൊന്നും കാണുന്നില്ലേ? അതൊന്നും മനസ്സിലാക്കുന്നില്ലേ? നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയുകയാണ്. മനുഷ്യൻ ഒരു അത്ഭുത സൃഷ്ടിയാണ്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഗർഭാശയ ഘട്ടങ്ങളെക്കുറിച്ച് നാം മുമ്പ് വിശദമായി തന്നെ പറയുകയുണ്ടായി, സംസാരിക്കുകയുണ്ടായി. അത്യധികം സങ്കീർണവും അത്ഭുതകരവുമായ ഓരോ ഘട്ടങ്ങളും, മാതാവിൻ്റെ ഗർഭാശയത്തിലുള്ള ഓരോ ഘട്ടങ്ങളും എത്ര സൂക്ഷ്മമായിട്ടാണ് അല്ലാഹു വിശദീകരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഇനി ഈ മനുഷ്യ ശരീരത്തിനകത്തെ, മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചു വീണതിന് ശേഷം
മനുഷ്യ ശരീരത്തിനകത്തെ അത്ഭുതങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. മനുഷ്യൻ എത്ര മനോഹരമായ സൃഷ്ടിയാണ്. അവൻ്റെ രൂപം, അവൻ്റെ ആകാരം, അവൻ്റെ കഴിവ്, അവൻ്റെ ബുദ്ധി, അവൻ്റെ ചിന്ത, ഇതൊക്കെ വളരെ വളരെ ഉത്തമമാണ് എന്നല്ല, ഏറ്റവും ഉത്തമമാണ്, അത്യുത്തമമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തു തീൻ. സൂറത്തു തീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. തീർച്ചയായും മനുഷ്യനെ നാം പടച്ചിട്ടുള്ളത് ഏറ്റവും ഉത്തമമായ ഘടനയിലാണ്, ഉത്തമമായ രൂപത്തിലാണ്. മനുഷ്യന്റെ ആകാരം, അവന്റെ രൂപം, അവന്റെ ഭംഗി, അവന്റെ സൗന്ദര്യം, ഇതൊക്കെ ഈ ആയത്തിൽ പറയുന്ന കാര്യത്തിൽ പെട്ടതാണ്, തഖ്വീമിൽ പെട്ടതാണ്. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മോഡലിലാണ്. ഇതിനേക്കാൾ നല്ല ഒരു മോഡൽ ഇനി ഇല്ല. കാറുകളൊക്കെ ഓരോ വർഷവും പുതിയ പുതിയ മോഡലുകൾ പുറത്തിറക്കും. നമ്മൾ തന്നെ അത്ഭുതപ്പെടുമാറ് പുതിയ പുതിയ മോഡലുകൾ പുറത്തിറക്കും. പക്ഷെ മനുഷ്യൻ, അവൻ്റെ ഈ മോഡൽ അത് ബെസ്റ്റാണ്. അതിനപ്പുറത്ത് ഇനി വേറൊരു മോഡലില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തീനിൽ പറഞ്ഞത്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല ഘടനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ചിരിക്കും. ഇതിനേക്കാൾ നല്ല ഒരു ഘടന ഇനി ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. നമ്മളുടെ കണ്ണ്, നമ്മളുടെ തല, നമ്മളുടെ മുടി, നമ്മളുടെ ചെവി, നമ്മുടെ കാല്, നമ്മുടെ കൈ, നമ്മുടെ കാത്, ഇതിനൊക്കെ ഓരോ സ്ഥാനമുണ്ട്. ഈ സ്ഥാനം കുറച്ചൊന്ന് മാറിപ്പോയാൽ മനുഷ്യന്റെ രൂപം വിരൂപമായി മാറും. നമ്മുടെ വിരലുകൾ, നമുക്കിങ്ങനെ വിരലുകൾ മടക്കാൻ കഴിയുന്നുണ്ട്. ഈ വിരലുകൾ മടക്കാൻ പറ്റാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു വിരലിന് ചെറിയൊരു അപകടം പറ്റിയാൽ എന്തായിരിക്കും? നമ്മുടെ ഈ കൈമുട്ട് അത് മടക്കാൻ പറ്റാതിരുന്നാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഭക്ഷണം കൈകൊണ്ടെടുത്ത് വായിലേക്ക് കൊണ്ടുപോകുന്ന എന്നതാണ് മനുഷ്യപ്രകൃതം. അത് മനുഷ്യന്റെ ഒരു പ്രത്യേകമായ അഭിമാനകരമായ ഒരു ആഹാര രീതിയാണ് എന്ന് പറയാം. നമ്മൾ ആഹാരം കൈകൊണ്ടെടുത്ത് വായിലേക്ക് കൊണ്ടുപോകുന്നു. പട്ടിയും പൂച്ചയും ഒക്കെ ആഹാരത്തിലേക്ക് മുഖം കൊണ്ടുപോവുകയാണ്. പ്ലേറ്റിലേക്ക്, അല്ലെങ്കിൽ പാത്രത്തിലേക്ക്, അല്ലെങ്കിൽ ആഹാരത്തിലേക്ക് അങ്ങോട്ട് മുഖം കൊണ്ടുപോവുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പാത്രത്തിലുള്ള ആഹാരത്തിലേക്ക് നമ്മൾ മുഖം കൊണ്ടുപോയി എന്നിട്ട് അതിങ്ങനെ തിന്നുകയാണെങ്കിൽ എന്തൊരു വൃത്തികേടായിരിക്കും. പക്ഷെ നമുക്ക് അല്ലാഹു കൈ തന്നിരിക്കുന്നു. ആ കൈ കൊണ്ട് ഭക്ഷണമെടുത്ത് നമ്മൾ വായിലേക്ക് കൊണ്ടുപോകുന്നു. കാരണം മനുഷ്യന്റെ ആ ഒരു ഔന്നത്യം, മഹത്വം, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ അതിന്റെ ഏറ്റവും നല്ല രൂപഘടനയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. തഖ്വീം എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥം പറയാറുള്ളത് അഹ്സനു സൂറ, ഏറ്റവും നല്ല രൂപം, ഘടന, തർക്കീബ് എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ തഖ്വീമിന് വേറെയും അർത്ഥങ്ങളുണ്ട്. മൂല്യം, ഔന്നത്യം, സ്വഭാവം, ഇതൊക്കെ അതിൽപ്പെടും. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത് വലഖദ് കറംനാ ബനി ആദം. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കുന്നു. അപ്പോൾ അവൻ്റെ രൂപം നന്നാക്കി, അവൻ്റെ സ്വഭാവം നന്നാക്കി, അവനെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനുഷ്യന്റെ രൂപം എന്ന് പറയുമ്പോൾ ചിലർ സുന്ദരന്മാരാണ്, ചിലർ അത്രത്തോളം സുന്ദരന്മാരല്ല എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ പുറത്ത് കാണുന്ന ഈ നിറത്തിൻ്റെയോ അല്ലെങ്കിൽ ഘടനയുടെയോ സൗന്ദര്യത്തെക്കുറിച്ചല്ല. മനുഷ്യൻ എന്ന ഘടന, അത് ചിലപ്പോൾ ചില ആളുകൾ നിറത്തിൽ വ്യത്യാസമുണ്ടാകാം, ശാരീരിക ഘടനയിൽ വ്യത്യാസമുണ്ടാകാം, തടിയിൽ വ്യത്യാസമുണ്ടാകാം. അതിനെക്കുറിച്ചല്ല. മൊത്തത്തിൽ മനുഷ്യരെല്ലാവരും ആദരണീയരാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയില്ലേ, അല്ലാഹുമ്മ അഹ്സിൻ ഖുലുഖി കമാ അഹ്സൻത ഖൽഖി. എല്ലാവരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, എൻ്റെ സൃഷ്ടിപ്പ് നീ മനോഹരമാണ്.
ഏതൊരാളും പ്രാർത്ഥിക്കേണ്ടവൻ, കറുത്തവനും വെളുത്തവനും ചുവന്ന നിറമുള്ളവനും വ്യത്യസ്ത നിറം, എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാഹുമ്മ അഹ്സിൻ ഖുലുഖി കമാ അഹ്സൻത ഖൽഖി. എൻ്റെ ഈ സൃഷ്ടിപ്പ് നീ മനോഹരമാക്കിയില്ലേ, അതുകൊണ്ട് എൻ്റെ സ്വഭാവവും മനോഹരമാക്കണമേ. എല്ലാ മനുഷ്യരുടെയും ഈ ഘടനാ തഖ്വീം മനോഹരമാണ്. ഇനി മനുഷ്യന്റെ ഓരോ അവയവങ്ങളെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു നോക്കാം, മനസ്സിലാക്കി നോക്കാം. അപ്പോൾ വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്കകത്ത് തന്നെയുണ്ട്, പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടോ, നോക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് നമുക്ക് ഉത്തരം ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.